മണലിൽ സുന്ദര വിരലാലൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണ തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ കാതരയാം മൊഴിയാണോ? ചിറകടിയുണരും ചില്ലയിലറിയാതൊരു തളിരുലയുമ്പോൾ അകമാകെ പൂക്കുന്ന സ്വരമഴയിൽ മധുമാസമോ മധുഹാസമോ? മുഖക്കിനാവിൽ മിന്നും ഇവളെ മണ്ണിലിറങ്ങിയെത്തൂ മിന്നൽ മഴ തേരേറി വരും മിന്നൽ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാൽ ഇവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ടുപേരും നല്ല ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് അവർ ശിവരാത്രി അല്ലേ, അമ്പലത്തിൽ തൊഴാൻ പോവുക കേട്ടോ രണ്ടുപേരും കൂടെ. ഞാനിന്ന് പോകുന്നില്ല, പപ്പായും മോളും കൂടെയാണ് പോകുന്നത്. പോയി തൊഴുതു പുറക്കി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഒക്കെ വരിക. അന്നദാനമൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. അവിടെ രാധമ്മയും പോയിട്ടുണ്ട്, രാധമ്മ അപ്പുറം താഴത്തെ വഴിയെ പോയിട്ടുണ്ട്. പിന്നെ പൊന്നൂന്നാ വായി വരുന്നത് കേട്ടോ. എൻ്റെ പൊന്നുകുട്ടിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം. ശ്രീകുട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. അവനോർക്കയില്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ലെന്ന്. അതെ, എല്ലാവർക്കും വേണ്ടി, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. അപ്പം ഇന്ന് ചുരുളനായിട്ടുണ്ട് കേട്ടോ. ആ, ഇന്നിപ്പം ഞാനില്ലാത്തോണ്ടേ ഇല്ല കൊച്ചേ, ഇന്നിപ്പം ഞാനില്ലാത്തോണ്ട് ഒന്ന് മിനുങ്ങാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. അങ്ങനെ പറയില്ല, പപ്പായ്ക്ക് സങ്കടമാകും കേട്ടോ. ആ, പോയിട്ട് വാ. അപ്പം ഞാൻ മോളും കൂടെ പോയിട്ട് വരാം. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്തി. ഞങ്ങൾക്കൊരു ക്യാമറാമാനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൊച്ചും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ആളും ബഹളവും ഒക്കെ കാണുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? അനൂപ് വള്ളം കടത്താനായിട്ട് നിൽക്കുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പം നമ്മളെ കണ്ടപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞു. എന്തായാലും അക്കരയ്ക്ക് പോകാൻ രാധമ്മ അക്കരെ വന്ന് കാണുമായിരിക്കും. രാധമ്മ ഉണ്ടായെങ്കിലേ രാധമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് മുമ്പേ ഞാൻ കയറി പോരും. പിന്നെ ഇന്ന് മൂടലാണ്, മഴ മൂടലാണ്, അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല. പേരൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു കേട്ടോ. പുതിയൊരു പരിചയക്കാരനും കൂടെ ആയി. ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളാ. ഇന്ന് വള്ളം കടത്താനായിട്ടേ കരയ്ക്ക് വന്നതാ. കുറെ പേര് കാണും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാവും. അപ്പൊ അന്നേരം വള്ളങ്ങൾ ഒരുപാട് വേണം. വൈകിട്ടേ ആൾക്കാർ വരുള്ളൂ. ഈ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട്, ഗാനമേള അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഉണ്ട്. നല്ല തണുപ്പായിരിക്കും. നമ്മള് കുറെ കാലം മുമ്പൊക്കെ വരുമായിരുന്നു. ഇപ്പൊ ഈ രാത്രി ഇത്രയും തണുപ്പടിച്ചിരിക്കാൻ പറ്റിയല്ല, വെളുക്കുന്നോളം വരെ. അതുപോലെ എനിക്ക് പരീക്ഷ ആയതുകൊണ്ട് നോക്കണം. ഇടയ്ക്ക് ഞാൻ ചിലപ്പോ ഒന്ന് വന്നിട്ട് നോക്കിയിട്ട് നല്ല പരിപാടിയാണ് ചെയ്തത്. ആണോ? എന്നാ നോക്ക്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. 4 വള്ളം കിടപ്പുണ്ട് ഇന്നത്തേക്ക് ഇങ്ങോട്ടും ട്രിപ്പ് അടിക്കാനായിട്ട്. വൈകിട്ട് രാത്രി ജനസമുദ്രമായിരിക്കും കേട്ടോ. അതെ അതെ, വണ്ടിയും വെള്ളവും. ഇപ്പൊ തന്നെ കുറെ വണ്ടികളെല്ലാം വന്ന് കിടപ്പുണ്ട്. ഇപ്പൊ ആൾക്കാർ കുറവാ ശരിക്കും. കേട്ടോ, ആകാശത്തൊട്ടിലോ എന്താ സംഭവങ്ങളൊക്കെ ഉണ്ട്. കടകൾ ഒരുപാടുണ്ട്, എല്ലാ സംഭവമുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം പ്രാർത്ഥിച്ച് തൊഴുതിട്ട് നമുക്കെല്ലാം ഒന്ന് കാണാം അല്ലെ? കാണാം. ഒരു കിളിമകളോട് വെറുതെ കഥ പറയുകയാണോ വിളികൾ നറുനിലപൊളി വീണ കുളിരച്ചോടി രാവിൽ നീറനോളമിളകിയ കടലിൽ കൺമഷി പോലെ കനവിൽ പിൻപിടി പോലെ കാത്തിരിക്കാൻ കൊണ്ടുപോകും കുയിലുകളെ. അപ്പൊ പപ്പാടെ സുന്ദരി കുട്ടി നല്ല സുന്ദരിയായിട്ട് പയ്യെ നടന്നു വരുന്നുണ്ട്. രസമുണ്ട് കേട്ടോ. വെയിലിന്റെ ഒരു മങ്ങലേ ഉള്ളൂ, എന്നാലും നല്ല അടിപൊളിയാ, നല്ല രസമുണ്ട് കേട്ടോ. ഓ എന്നെ പിന്നെ സൂപ്പറാ, ചുന്ദരിയാണേ. എങ്ങനെ ചുന്ദരിയാ? ഇന്ന് കാശൊക്കെ മുടക്കിക്കോണം. ഓടി എവിടുന്ന് 250 രൂപ അതിൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ നോക്കിയായിരുന്നു. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഇത്രയും സുഖിപ്പിച്ചതല്ലേ, ചുന്ദരിയാ കിന്ദരിയാന്നൊക്കെ പറഞ്ഞാലേ. ഇതാണ് നമ്മൾ പോകാനുള്ള വള്ളം കേട്ടോ. നമ്മുടെ ഒരു കൂട്ടുകാരനായിരിക്കുന്ന ഔസേപ്പിയേട്ടൻ. മരുന്നാണോ പറക്കുന്നത്?
വരുന്നുണ്ട്, കാക്ക പറക്കുന്നുണ്ട്. ഇത് വരുന്ന അല്ല, ഇത് പരുന്തല്ലേ ഈ പറക്കുന്നത്. ഞങ്ങളിത് നേരെയാക്കരുത്. സ്വർഗം മണ്ണിലുണരുമ്പോൾ നീയുണാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ മാഞ്ഞു പോയൊരു പൂത്താരം പോലും കയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആറ്റിലേക്ക് കൂടുതൽ ആൾക്കാർ ഇറങ്ങാതിരിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് വടമൊക്കെ കെട്ടി എല്ലാം തിരിച്ചിട്ടുണ്ട്. വെയിലും മൂടലുവാ. അടിപൊളി ചെടികളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അമ്പലത്തിൻ്റെ ഔട്ട് സൈഡാണേ. അപ്പം മോള് അടിപൊളിയാ കേട്ടോ. ആ സൂപ്പറാ. ആ നല്ല രസമുണ്ടല്ലേ. നമ്മുടെ മുറ്റത്ത് ഇടയില്ല, എല്ലാവരും നമുക്കിത് കൂട്ട് കുറേ കൊണ്ട് നട്ടു വെക്കായിരുന്നു. ഇത് കൂടിനകത്ത് വെച്ചാൽ ശരിയാകുകയല്ല, ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ. ആ നല്ല അതിൻ്റെ കമ്പ് നമുക്ക് ഉണ്ട്, നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്. രസമല്ലേ? ആ ആ അപ്പോൾ നല്ല ഒരു മഹാശിവരാത്രി എല്ലാവർക്കും നേരുന്നു. ഇവിടെ ഇന്നിപ്പം വൈകിട്ട് ആയിരങ്ങൾ ഇവിടെ തടിച്ചു കൂടും. അവരെല്ലാം പുണ്യം പ്രാപിക്കട്ടെ, അവരുടെ എല്ലാം പ്രാർത്ഥന ഫലിക്കട്ടെ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും അല്ലേ നല്ലൊരു ശിവരാത്രി നേരുന്നു. എല്ലാം കൊള്ളാം. വൈകിട്ട് വരുന്നുണ്ടോ ബാലയൊക്കെ കൂടാൻ? അതെ. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ അന്നദാനമൊക്കെ കഴിച്ച് കയറി പോകുന്നു. രാധമ്മ ഇവിടെ എവിടെയോ ഉണ്ട്, രാധമ്മയെ നമുക്ക് കണ്ടുപിടിക്കണം. ആ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മുഖത്തൊക്കെ ഒരു പ്രത്യേക ചൈതന്യമായോ? ആ അങ്ങനെ. പിന്നെ നമ്മളൊരു പുണ്യസ്ഥലങ്ങളിലെ പള്ളിയിലെ അമ്പലത്തിലൊക്കെ പോയി കഴിയുമ്പം നമ്മുടെ മുഖത്തൊരു പ്രത്യേക ചൈതന്യം വരും. നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു ചൈതന്യം വരും. അതിനാണല്ലോ നമ്മൾ വരുന്നത്. അല്ലേ? അപ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കി. ചൈതന്യമുണ്ട്, നല്ലതാ. ഇവിടെ ഈ റോസയുടെ അവിടെ നിൽക്കുവാണേലേ നല്ലൊരു ഫോട്ടോ എടുത്ത് തരാം. അവിടെയല്ല, അപ്പറേ. ആ അപ്പറേ. ഒരു പലതരം കളറാ കേട്ടോ. ഓറഞ്ച്, റോസ്. നല്ല ഭംഗിയായിട്ടാ വളർന്നു നിൽക്കുന്നത്. അവിടെ വീടുണ്ട്. അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് നോക്കുന്നുണ്ട് എന്നെ. പഴയകാലത്തെ ഒരുപാട് വീടുകളുണ്ട്. ഡാമൊക്കെ വന്നപ്പോൾ കുറേയൊക്കെ ഇറക്കിപ്പെട്ടു പോയാലും ഇപ്പോഴും ഈ മലയിലെല്ലാം ജനങ്ങൾ താമസമുണ്ട്. നമ്മൾ നേരെ അക്കരയിലെ മലയിൽ താമസിക്കുന്നു. നമ്മുടെ വീട്ടിലിരുന്നാൽ ഇവിടുത്തെ വീടും ഈ അമ്പലവും എല്ലാം കാണാം. നമ്മുടെ പറമ്പിൽ പോയി നിൽക്ക. ഊട്ടുപുരയുടെ പുറകിലാ കേട്ടോ ഇത്. ആഹാരമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. കുറേ കടകളും ആകാശത്തൊട്ടില് അങ്ങനെ പിന്നെ ഇത് കൂട്ടില്ലേ മരണക്കിണർ വൈക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് നടന്ന് കാണാൻ പറ്റും. വൈകിട്ടാണ് ഇവിടെ തിരക്ക് കാരണം ഇതൊന്നും നടക്കുക. ഇപ്പൊ തന്നെ വണ്ടികൾ കൊണ്ട് നിറഞ്ഞു. അതെ അതെ, നിറച്ച് വണ്ടിയും ആൾക്കാരും ഒക്കെ. അപ്പൊ നമുക്കെല്ലാം ഒന്ന് കണ്ടിച്ച് വരാം. എല്ലാം ഒന്ന് കണ്ടിട്ട് വിദേശികൾ വരെ വന്നിട്ടുണ്ട് കേട്ടോ. സായിപ്പന്മാരൊക്കെ വന്നിട്ടുണ്ട്. എന്നാ എനിക്കെന്തേലും മേടിച്ചു തരുമോ? എന്നെ വേണ്ടേന്നോ? നോക്കട്ടെ, ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും വേണോ?
ആ ബസ്റ്റ്. കടകളാണെന്നറിയോ ഒരുപാട് നീളത്തില്. ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ പ്ലേസ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഇടയുള്ളതുകൊണ്ട്. പിന്നെ എന്തിനു വന്നതാ? കാർണിവല് കാണാൻ വന്നതാണോ? കണ്ടു തൊഴുതു, ആ ആഹാരം കഴിച്ചു. കാർണിവലൊക്കെ ഒന്ന് കണ്ടിട്ട് വെയിൽ ഉറക്കുമ്പോഴത്തേനും അവിടെ പോയിരിക്കണം. ആറാട്ട് കഴിഞ്ഞില്ലല്ലോ? ആറാട്ട് കഴിഞ്ഞില്ല. ആറാട്ടുണ്ടല്ലോ ഇനി അല്ലേ? പാട്ടൊക്കെ ഉണ്ട്. കോപ്പിറൈറ്റ് വരുവോ? ഓ, ഇവിടെ നിന്നാ വണ്ടി കിടക്കുന്ന കാണുന്നില്ല. നമ്മുടെ തൂക്കുപാലത്തിൻ്റെ അവിടെ വരെ വണ്ടികളായി കേട്ടോ. അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ, ഒരു 700 മീറ്ററോളം വണ്ടി നിരന്നു. പരിപാടികളെല്ലാം ആരംഭിക്കുന്നേ ഉള്ളൂ. 5 ഡോഗുകളുടെ ഷോ ഉണ്ട്, ഡോഗ് ഷോ. ഡോഗ് ഷോ ഉണ്ട് ഇവിടെ. പിന്നെ മരണക്കിണറുണ്ട്. മരണക്കിണറുണ്ട്. ആൾക്കാർ വരുമ്പോഴത്തേക്ക് വൈകിട്ടത്തേനായിരിക്കും പരിപാടികളെല്ലാം. വൈകിട്ടല്ല പരിപാടി, നമ്മളിപ്പോ രാവിലെ വന്ന് തൊഴുത് ആറാട്ട് കാണാൻ വന്നതാ കേട്ടോ. എന്തായാലും ഒരു ചിന്തിക്കട, ഈ വെച്ചുമണിക്കടയൊക്കെ ഒരു 10-100 എണ്ണത്തിന് മുകളിലുണ്ട്. തട്ടുകടയുണ്ട്, ഉൾനാടക്കടയുണ്ട്, എന്തായാലും കുലുക്കിക്കടയുണ്ട്. ഒരുപാട് ആളാ, ഭയങ്കര ജനമാണ്. ഇപ്പൊ തന്നെ ഒരുപാട് ഇത്രയും. പക്ഷെ ഇന്ന് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിൽ കുറവുണ്ടേ, ഇന്ന് മഴ മൂടല് ആണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇടിച്ചു കയറി വരുന്നുണ്ട്. ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, വിദേശികൾ വരെയുണ്ട്. അതെ, വിദേശ അതൊക്കെ അവർക്കൊക്കെ നൊസ്റ്റല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടി. ഈ അമ്പലത്തിനെ പറ്റി കേട്ടറിഞ്ഞ്, ഇങ്ങനെ വെള്ളത്താൽ മൂടപ്പെട്ടു പോകുന്ന ഒരു അമ്പലമല്ലേ, അപ്പൊ അതിനെപ്പറ്റിയൊക്കെ കേട്ടറിഞ്ഞ് അവര് എല്ലാവരും തന്നെ വരുന്നുണ്ട്. എന്തായാലും ഞാനൊരു 10-15 മിനിറ്റ് കൂടെ ഇതിലെല്ലാം കറങ്ങിയിട്ട് ഞാൻ കയറി പോവാ. ആറാട്ട് കഴിഞ്ഞില്ല കേട്ടോ. ആറാട്ട് കണ്ടിട്ട് മോള് കണ്ടിട്ട് ഞാൻ വരും. വർഷത്തിലൊന്നല്ലേ, പിന്നെ ഞാൻ അടുത്ത വർഷം പഠിക്കാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റും. അതെ, ആറാട്ടും നീരാട്ടിനും ഒക്കെ വരുന്നു. ഇഷ്ടം പോലെ വണ്ടികളും. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് എന്താ ചെയ്യാന്ന് വൈകിട്ടേ അറിയത്തുള്ളൂ. ഇന്ന് കറങ്ങാനുള്ള കസാരി എല്ലാം. എന്നാ പിന്നെ നമുക്ക് തിരിച്ചു നടക്കാം. അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ അവിടെ ഒരുപാട് ദൂരം ഇങ്ങ് വന്നല്ലേ? അയ്യോ, എന്തോരം ദൂരമാ. രാധമ്മയൊക്കെ ഇവിടെ നിന്ന് എന്താ ഫ്ലവർ വൈസ് എന്താ ഒക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. എലിയുടെ കുഞ്ഞ്, ഇത് ഹാംസ്റ്ററിന്റെ കുഞ്ഞ്. ഇതെന്തുവാ? പാമ്പൊക്കെ ഉണ്ട്. വെള്ളത്തിനെയും കൈ പിടിക്കാൻ മേടിക്കുന്നുണ്ടോ? കൈ ചുമ്മാ പിടിക്കുന്നതിനോ? ചുമ്മാ കൈ പിടിക്കുന്നതിന് 10 രൂപ. ആ ചുമ്മാ തരും. ഇതെങ്ങനെ നമുക്ക് വീടിനകത്ത് വളർത്താവോ? ആണോ? ഇതിന് എന്തെങ്കിലും നിക് നെയിം ഉണ്ടോ? ഇല്ല. നല്ല രസമുണ്ടല്ലേ? ആ നേരെ കൂടുണ്ട്. കൂടിനകത്ത് ആണോ? കൂടിനകത്ത് നമ്മൾ മുയലിനെ വളർത്തിയിട്ട് പോയി. ഇതെങ്ങനെയാ ജോഡി വരാതാ? അത് 2000 ജോഡിക്ക്. ഇവിടെ ഒരു തത്തമ്മ തന്നെ ഇരിപ്പുണ്ട്. ആണോ? അമ്മയ്ക്ക് മേടിച്ചു. വേറെ മേടിക്കുന്നുണ്ടോ? ഇതാണോ? ഇതെന്നാ എല്ലാ ഐറ്റവും അമ്മയ്ക്ക് വേണേ അത് കൂട്ട് മേടിച്ചോ. ഇതോ
ആ അല്ല അത് അത് മേടിച്ചോണ്ട് പോകും. ആ അതിഷ്ടവാ. ഇതെന്നാ വലിയ പാക്കറ്റ്? ഈ ഐറ്റങ്ങളെല്ലാം കൂടെ കൂട്ടി 1/4 കിലോ ഉണ്ട്. അത് 100 രൂപയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമുക്കറിയാം. അപ്പോൾ അതും കൂടെ ഒരെണ്ണം മേടിക്കാം അല്ലേ? ഓക്കെ. അന്നദാനമൊക്കെ കഴിച്ചു. പൂവും ചെടിയും കായും ഒക്കെ മേടിച്ചു അല്ലേ? എത്ര മേടിച്ചു? ഒരു ചെറിയ പൂ, ഒരു വലിയ പൂവും മേടിച്ചല്ലേ? ആ എന്നത്തിനാ? ടേബിളെ വെക്കാനോ? ഒന്ന് ടേബിളെ വെക്ക. എവിടെയെങ്കിലും വെച്ചാൽ മതി, ഭംഗിയാവും. കുറച്ച് ഇതുപോലൊക്കെ മേടിച്ച് വെച്ചാൽ നല്ലതാവും. പൈസ വേണ്ടേ? പൈസ വേണം. ഇതിന് 150 രൂപയായി 2 ആ നേരെ. ഒരു ഭയങ്കര വില. പക്ഷെ നമ്മൾ അങ്ങനെ വെച്ചിരുന്ന അവിടെ ആരും മേടിക്കാതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുവാന്നേ. പുള്ളി ലാഭം നോക്കുന്നോ? ആ മേടിക്കും. മാമൻ ആ വലുതായിരുന്നു ഇഷ്ടം. 350 രൂപ പറഞ്ഞു. മാമൻ മേടിക്കാതെ പോയി. അയ്യോ, അത്ര വിലയൊന്നും പറഞ്ഞാൽ മേടിക്കില്ല. അതിനുള്ളതൊന്നും ഇല്ല. ഇഷ്ടപ്പെട്ട പരിപാടികളെല്ലാം ആണോ? വൈകിട്ട് നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. വൈകിട്ട് പഠിക്കണ്ടേ. ഞാനും വരുന്നില്ല. ഈ തണുപ്പടിയും കൊണ്ട് പലയിടത്തും കിടപ്പായി പോയി. അതുമായി അത് വേണമൊന്നും വയ്യ. വരുന്നില്ല. ആറാട്ടൊക്കെ കണ്ടു. ആറാട്ടൊക്കെ എല്ലാ കൊല്ലം ഇവിടെ ഈ ആറ്റിൽ വന്നായിരുന്നു. ഈ വെള്ളം കയറി കിടന്ന് ചെളിയാ. അതുകൊണ്ട് 2 വർഷമായിട്ട് ഇപ്പം അല്ലാതെ ഉരുളിക്കകത്ത് വെച്ച് അകത്ത് തന്നെ കേട്ടോ. അതിനൊന്നും വീഡിയോ ഒക്കെ എടുക്കാനായിട്ടാണ് ഒത്തിരി പേര് നമ്മളെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണിക്കാനായിട്ടുള്ളൊരു അവസരമില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരും പോകാനായിട്ടൊക്കെ തുടങ്ങുക ഉത്സവം കഴിഞ്ഞ്. അപ്പം നമുക്കും പോവാം അല്ലേ? ഒരു കൊച്ചോളം വരുന്നു. അനുരാഗം ദിവ്യമനുരാഗമാരും അറിയാ കനവായി അറിയാതെ അറിയാതെ വന്നു മനസ്സിന്റെ മയൽപ്പീലി ഒഴിയുന്നു. ഉഴുന്നുവടയൊക്കെ മേടിച്ച് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കല്ല, അമ്മയ്ക്ക് അല്ലേ? ഇത് എന്നാ പണിയുന്നേ? ഐഫോണെ കുത്തുവാണോ? സ്വിച്ച് ഓഫ് ആയി പോയോ? ഐഫോണാണോ? കുഞ്ഞു പോണ നല്ല ശരിക്കും. അത്യാവശ്യം മുഴുപ്പൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഫോണിനല്ലേ? അതെ. ഈടാ ഞാൻ കളിയാക്കിയതല്ല. ചേടാ. എന്നിട്ട് ഇപ്പൊ പപ്പ വരും കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടി. ഇത് മുടിയെ കൂടെ നിറച്ച മറ്റേ പൂവാ. അയ്യോ, അമ്പലത്തിലെ പൂവ്. അമ്മ എന്തി ആരെയും കാണുന്നില്ലല്ലോ. ഇതെന്നാ ആണോ? നേരാ അമ്മയുടെ വക. പക്കാവാട പൊടിഞ്ഞു പോയി. ഞങ്ങൾ ഇവിടെ ബൈക്കിന് വന്നപ്പോഴേ ഞാൻ പാവാടയും കൂടെ ഇട്ടേക്കുന്നോണ്ട് ഇരിക്കാൻ പാടായിരുന്നു. അന്നേരം ചൂട്ടി പിടിച്ചതാ. ആ പപ്പ മേടിച്ചില്ലേ? പപ്പ ഇഷ്ടംപോലെ സാധനം കെട്ടുകൾക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നല്ലോ, ഒരു കവർ നിറച്ച്. ആറ്റിൽ കൊണ്ടുപോയൊന്നുമില്ല, അകത്ത് തന്നെ വെച്ച് പിന്നെ മറ്റേ ഇതിൻ്റെ അകത്ത് ഉരുളിക്കകത്ത് വെച്ച് കുളിപ്പിക്കുമായിരുന്നു. ഇഷ്ടം പോലെ ആളൊക്കെയാ, നമുക്ക് കാണാൻ പാടായിരുന്നു. അതുപോലെ ആൾക്കാരായിരുന്നു. ഇല്ല, ഈ ഇന്ന് സ്ക്രീൻ ഇല്ലായിരുന്നു. ചോറുണ്ട് 2 തവണ കഴിച്ചു. രാവിലെ ചെന്നപ്പോ കഴിച്ചു 9:30 ആയപ്പോ. അത് കഴിഞ്ഞ് ഇപ്പൊ പിന്നെയും കഴിച്ചിട്ടാ കഴിഞ്ഞ് പോന്നേ. കറി അവിയല്, സാമ്പാർ, അച്ചാറ്, തോരൻ, പായസം ഉണ്ടായിരുന്നു. പായസം തീർന്നായിരുന്നു തന്നെ. 1-2 പേരെയൊക്കെ കണ്ടു.
ഭയങ്കര വെയിലല്ലേ? വെയിലുണ്ട്, എന്നാ ഒരു മൂടിയ കാലാവസ്ഥയാ. ആ ഞാൻ പറയുകയും ചെയ്തു പപ്പായോട് ഇന്നൊരു നല്ല കാലാവസ്ഥ എന്നറിയോ, വലിയ ആഹ്ലാദമായിട്ടുള്ള അവിടെ മറ്റേ ഡോഗ് ഷോ ഒക്കെ ഉണ്ട്. കണ്ടോ അവര്? ഇപ്പൊ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ കണ്ടൊന്നുമില്ല. അതിൻ്റെ അകത്ത് വിളിച്ച് പറയുന്ന കേൾക്കാം പട്ടിയുടെ പേരൊക്കെ. ആണോ? ആ, എല്ലാം പോയി ചുറ്റിക്കറിയുന്ന അല്ല ഹായ് ഒക്കെ പറയും. പട്ടിയെ ഹായ് ഒക്കെ പറയും. ഹാംസ്റ്ററിന്റെ കുഞ്ഞിന് ജോഡി 1000 രൂപ. കുഞ്ഞു നല്ലതാ കാണാൻ. 1000 രൂപ. ഞങ്ങൾ ഇന്നലെ കട്ടപ്പന പോയി നോക്കിയപ്പോ 800 പറഞ്ഞു. ആണോ? എനിക്കതിനെ കണ്ടിട്ട് എനിക്ക് അതിനെ ഇഷ്ടപ്പെട്ടു. ഹാംസ്റ്ററിന്റെ കുഞ്ഞിനെ. അമ്പലത്തിലെ പരിപാടി എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്ക്. അമ്പലത്തിലെ പരിപാടി എല്ലാം നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുട്ടമ്മ പിന്നെ ഒത്തിരി വെയിലാന്നതിനിപ്പുറം കേറി പോന്നു. മാമനും പോയി കേറി. മാമനും നിന്നില്ല, കേറിപ്പോയി വെയിലാവുന്നതിനിപ്പുറം. നമ്മുടെ കൂട്ടുകാരിയൊക്കെ ഉണ്ടായിരുന്നു. രാധമ്മ 2 ഫ്ലവർ വൈസ് ഒക്കെ മേടിച്ച്, ഒരു ചെറുതും ഒരു വലുതും. ഞങ്ങള് പോയി ചേട്ടനോട് പോയി വില പേശിങ് മേടിച്ചോണ്ടൊക്കെ പോന്നു. നല്ലായിരുന്നു. എല്ലാം എന്നാ വേണോന്ന് വീട്ടിലോട്ടല്ല എല്ലാ സാധനവും ഉണ്ട് അവിടെ. അമ്മച്ചക്ക് ഞാൻ ഒരു ക്ലിപ്പ് പോലും മേടിച്ചില്ല. എന്നാന്ന് ചോദിച്ചാലേ ഞാൻ ഇവിടുന്ന് 1 രൂപ പോലും എടുക്കാതെ പോയേ. നേർച്ച ഇടാനുള്ള പൈസയൊക്കെ ആയിട്ട് മാത്രമാണ് ഞാൻ പോയത്. പിന്നെ ഞാനും ഒന്നും മേടിച്ചില്ല കേട്ടോ, ഒന്നും മേടിച്ചില്ല. എന്നെ മേടിക്കാൻ എപ്പോഴും പ്രിയയുടെ അല്ലേ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞേ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴോർത്തതേ. എന്നാ ശരി, എന്നാ ഞാൻ ഉടുപ്പൊക്കെ മാറിയിട്ടെ. ഈ ആവി എടുക്കുന്നുണ്ടോന്ന്. എപ്പം ഇക്കര കയറിട്ട് വിളിക്കാനായിട്ട് അമ്മയുടെ ഫോണിൽ പൈസ വേണ്ടേ? ഇക്കര കയറി നിന്നത്, വള്ളത്തിൽ നിന്ന് ഇറങ്ങിയത് അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ നോക്കിയപ്പം 2:30 ഞാൻ ഇച്ചിരി പണിയായിരുന്നു ഇവിടെ. 2:30 നോക്കി പപ്പ മുളക് കുറയ്ക്കുമായിരുന്നു. പപ്പ ഞാനൊന്ന് കുറച്ച് തുണിയൊക്കെ അടിക്കാനുണ്ട്, അതൊക്കെ ഒന്ന് പറക്കി എടുത്ത് വെക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ 2:30. അയ്യോ അത് കൊച്ചു ഇത്ര നേരം വിളിച്ചില്ലോ. എന്താ ഞാൻ ഓർത്ത്, അയ്യോ എൻ്റെ ഫോണിൽ പൈസ ഇല്ലല്ലോ. ഇന്നത്തെ ഫോണിൽ പൈസ ഇടണം, അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെ വെച്ച് വല്ലതും കാണാതെ പോയ നിമിഷം വെച്ച് രാമേനെയും മാമനെയും കൂടെ ഞാൻ പപ്പ എന്നെ നിർത്തിയിട്ട് ഇങ്ങ് പോന്നേ. നിമിഷം വെച്ച് ഞാൻ തിരിഞ്ഞു നടന്നപ്പോൾ രാമേനെയും മാമനെയും കാണാതെ പോയി. അവര് തിരിച്ചു നടന്നു വന്നു, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വീഡിയോ എടുത്ത് വർത്താനം പറഞ്ഞ് നിന്നുകൊണ്ട് അവരതിൻ്റെ ഇടയ്ക്ക് നടന്നു പോന്നു. ഞാനെന്നിട്ട് അങ്ങ് വരെ നടന്നിട്ട് പിന്നെ ഇങ്ങ് വരെ നടന്നിട്ട് പുറകെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നല്ല പരിചയമുള്ള ഒരമ്മ ഇരിക്കുന്നു. അപ്പം ഇതാണല്ലോ എൻ്റെ വല്യമ്മേന്ന് പറഞ്ഞു. ഞാൻ തീപ്പറ പോയിരുന്നു. അങ്ങനെ പേടിയൊന്നുമില്ല. പണ്ടവർക്ക് തരണമേ കുഞ്ഞിലെ ചേച്ചിയും ചേട്ടായിയും അമ്മയും കൂടെ ഒക്കെ ഉണ്ടല്ലോ, എന്നെ ചോറൊക്കെ വരുതെന്ന് വയറൊക്കെ നിറച്ച് കൈയൊക്കെ കഴിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ടും ഒറ്റ ഓട്ടം. ഞാൻ അവിടെ നിന്ന് കാറി. എനിക്ക് ഞാൻ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ ചേട്ടായി ഓടി വന്ന് എന്നെ പിടിച്ച്. ഞാൻ കരയാൻ തുടങ്ങിയത് ചേട്ടായി ഓടി വന്ന് പിടിച്ച്. അയ്യോ ചുമ്മാ പറ്റിച്ചാനായിട്ട് ചെയ്തതാണേന്ന് പറഞ്ഞോണ്ട്. അവനിതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ ഈ പ്രാവശ്യം. നല്ല മംഗളകർമ്മമായിട്ട് നടന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനിയിപ്പോ വൈകിട്ട് വിദേശികള് എല്ലാം ഉണ്ടായിരുന്നു. വൈകിട്ട് ഗാനമേള ബാല ഒക്കെ ഉണ്ട്. അതൊക്കെ പാതിരാത്രിയില്ല. ഇതൊക്കെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ. ആരും വീട്ടിൽ ഇരിക്കല. ജനപ്പെരുവാ. ഡാൻസ് കളിക്കുന്ന പിള്ളേര് ഈ എല്ലാം ഉണ്ട്. ഇഷ്ടമുള്ള പിള്ളേർക്കെല്ലാം കയറി ഡാൻസ് ഒക്കെ കളിക്കാനുള്ള എന്താ പറയുക സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിന്റെ വകയായിട്ട് എല്ലാവർക്കും പോയി പങ്കുചേരാം. നമ്മുടെ ഇവിടെ എത്രയോ അടുത്ത് അമ്പലത്തിൽ നല്ല ഉത്സവം നടക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥന അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഭഗവാന്റെ ഉണ്ടാകട്ടെ.